ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര മേഖലയുടെ ഇഷ്ടവാഹനം എന്നും ജീപ്പാണ്. പല ഇടുക്കി കേന്ദ്രീകരിച്ചുള്ള സിനിമകളിൽ നമ്മളെപ്പോഴും ഓഫ് റോഡ് ട്രക്കിങ്ങും ജീപ്പൊക്കെ കാണാറുണ്ട്. ജീപ്പിന്റെ ഏതെങ്കിലും ഒരു മോഡൽ സ്വന്തമാക്കുന്ന സ്വപ്നം കാണാത്ത ഒരു ചെറുപ്പക്കാരും ഇവിടെ ഉണ്ടാകില്ല. ഇതുപോലെയാണ് ഇടുക്കി വെള്ളത്തൂവൽ സ്വദേശി ബിനുവും. മഹേന്ദ്രയുടെ മേജറിനോടാണ് ബിനുവിന് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് തന്നെ സ്വന്തമായി ഒരു മേജർ ഉണ്ടെങ്കിലും ഒന്നുകൂടി സ്വന്തമായി നിർമ്മിച്ചിരിക്കുകയാണ്. മേജറിന്റെ ഒരു ചെറുപതിപ്പ്. നഗരപ്രദേശങ്ങളിൽ വളരെ അപൂർവമായി മാത്രമേ കാണാൻ കിട്ടൂ. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ വാഹനം. പൊതുവെ ജീപ്പ് എന്ന പേരിലാണ് നമുക്ക് പരിചിതം. പക്ഷേ ഇത് മഹേന്ദ്രയുടെ മേജർ എന്ന് പറയുന്ന മോഡലാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ മേജറിൻ്റെ ഒരു കുഞ്ഞൻ രൂപമാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് അടിമാലിക്ക് സമീപം വെള്ളത്തൂവിൽ താമസിക്കുന്ന ബിനു എന്ന ആളാണ്. എന്താ ഇങ്ങനെ ഒരു ചെറിയ രൂപം ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത്? എന്താ പ്രേരിപ്പിച്ച ജീപ്പിനോട് പണ്ട് തൊട്ട് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഒരു കുഞ്ഞിതൊരു ഇലക്ട്രിക് ജീപ്പ് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ച് അങ്ങനെ ചെയ്ത. അപ്പോൾ ഇത് നിർമ്മാണത്തിന് മൊത്തം ഇവിടെ തന്നെയാണ്, വീട്ടിൽ തന്നെ ഇട്ടാണ് ചെയ്തത്. ഫുള്ള് മെറ്റലും കാര്യങ്ങളെല്ലാം ആദ്യം ചെയ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി ഫുൾ ബോഡി പണിത്. സാധാരണ ഒരു ജീപ്പ് പണിയുന്ന പോലെ തന്നെ പണിതെടുത്തതാണ്. ഇവിടെ വീട്ടിലിട്ട് തന്നെ ഞാൻ പണിതെടുത്ത. ഒരു ഒറിജിനൽ വാഹനത്തിലുള്ള എല്ലാം ഉണ്ട്. എഞ്ചിനില്ല, എഞ്ചിൻ മാറ്റി നമ്മൾ ഇലക്ട്രിക് എന്നുള്ള ഇതാക്കിയേക്കുന്നതാണ്. പിന്നെ ഇത് 4 വീൽ ഡ്രൈവ് വാഹനമായിട്ട് നിർമ്മിച്ചേക്കുന്നത്. ഇത് നമ്മുടെ സാധാ വണ്ടി കയറി പോകുന്നല്ല, ഇതിലൂടെങ്കിലും കയറി പോകും, കാര്യങ്ങളെല്ലാം ചെയ്തോളും. ഇതിപ്പം മുന്നോട്ട് 4 ഗിയറും ഒരു റിവേഴ്സ് ആണ് മെയിൻ ഗിയറിലുള്ളത്. പിന്നെ നമുക്ക് ഇതിൽ ചെറിയ ഗിയർ, അഡീഷണൽ എക്സ്ട്രാ ഗിയർ ബോക്സ് ഞാൻ ഉണ്ടാക്കി പിടിപ്പിച്ചിട്ടുണ്ട്. അത് ഹൈ ലോയും എല്ലാം കൊടുത്തിട്ടുണ്ട്. 4 വീലിനെ നമുക്ക് ഉപയോഗിച്ച് കയറ്റമൊക്കെ കയറാൻ പോകാനും ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് 4 വീൽ ഡ്രൈവിൻ്റെ അതെല്ലാം കൊടുത്തിട്ടുണ്ട്. സീറ്റും സാധാരണ ജീപ്പിൽ അതേപോലെ തന്നെ സീറ്റ് അതെ, എല്ലാം ഒറിജിനാലിറ്റി ആയിരിക്കണമല്ലോ എന്ന് വിചാരിച്ച് അതുപോലെ തന്നെ ഉണ്ടാക്കി നിർമ്മിച്ചതാണ്. പിന്നെ സ്റ്റിയറിംഗ് എല്ലാം അഡ്ജസ്റ്റബിൾ ആണ്. ഗ്ലാസ് ഉണ്ട്, ഗ്ലാസ് ഇതെല്ലാം ഓപ്പൺ ചെയ്യാം. നമ്മുടെ ജീപ്പിന്റെ ഗ്ലാസ് തുറക്കുന്ന പോലെ തുറക്കാം. എത്ര നാളെടുത്തു ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം? ഇത് ഇങ്ങനെ സ്ഥിരമായിട്ടിരുന്നില്ല, 5-8 മാസമായിട്ട് ഇങ്ങനെ നിർമ്മിച്ചെടുക്കുക. എത്ര രൂപ ചെലവായി? ഇതിന് ഒരു 3 ലക്ഷം രൂപ അടുത്ത് ചിലവായി. ആളുകളൊക്കെ കാണാൻ വരുന്നുണ്ടോ? ആളുകളൊക്കെ വന്നിരുന്നു? വന്നിരുന്നു, ഒത്തിരി പേര് വന്ന് കണ്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് പോയി. ഒത്തിരി പേര് ആവശ്യപ്പെട്ട് ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ ചോദിച്ചു. ഇനി ഇതിനേക്കാൾ ചെറിയ മോഡൽ ഉണ്ടാക്കുന്നുണ്ടോ അതോ? ഇതിനേക്കാളും ചെറിയ മോഡൽ ഒരെണ്ണം ഉണ്ടാക്കുന്നുണ്ട്. അത് തീരെ കുഞ്ഞു പിള്ളേർക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് എന്നോട് ചോദിച്ചു തീരെ ഇച്ചിരി ചെറുതൊരെണ്ണം ഉണ്ടാക്കി തരാമെന്ന്. അതാണ് പറഞ്ഞു, വലുപ്പത്തിൽ മാത്രമേ ഈ വാഹനം വ്യത്യസ്തമാകുന്നുള്ളൂ. ബാക്കിയെല്ലാം ഏതാണ്ട് മേജറിനെ പോലെ തന്നെയാണ്. എന്തായാലും ഇദ്ദേഹം വളരെ ശ്രമകരമായിട്ടാണ് ഈ ജീപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കൗതുകത്തിൻ്റെ പുറത്ത്, പ്രത്യേകിച്ച് ഒരു തലമുറയുടെ ആവേശമായിരുന്നു ജീപ്പ് എന്ന് പറയുന്നത്. ജീപ്പിൽ യാത്ര ചെയ്യുകയും ജീപ്പിൽ കല്യാണത്തിനൊക്കെ പോകുന്നതും ഓർമ്മയിലില്ലാത്ത ഇടുക്കിക്കാരുണ്ടാകില്ല. എന്തായാലും അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. വെള്ളത്തൂവിൽ നിന്ന് ജൈനസ് രാജു, മാതൃഭൂമി ന്യൂസ്. ജൈനസ് രാജു ചേരുന്നുണ്ട് തത്സമയം. ജെയിൻ, ബിനുവിന്റെ ഒരു വാഹന പ്രേമം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ ഒറ്റ റിപ്പോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഇതിപ്പോ എങ്ങനെയാ, സാധാരണ ജീപ്പ് പോലെ നമുക്ക് ദൂരയാത്രക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുമോ? ഇനി മറ്റെന്തെങ്കിലും ഐഡിയ ബിനുവിന്റെ മനസ്സിൽ മുട്ടിടുന്നുണ്ടോ? അങ്ങനെ ദൂരയാത്രയ്ക്കൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല, കാരണം ഇതുമായി ബന്ധപ്പെട്ട ലൈസൻസുകളൊക്കെ ആവശ്യമുണ്ട്. ഇതൊരു 75 കിലോമീറ്റർ മൈലേജ് കിട്ടും എന്നുള്ളതാണ്. അതായത് ഒറ്റ ചാർജിൽ 75 കിലോമീറ്റർ ഓടിക്കാൻ കഴിയും. ഇത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന വാഹനമാണ്. ഇതൊരു കൗതുകത്തിൻ്റെ പുറത്ത് ബിനു ഉണ്ടാക്കിയതാണ്. 1975 മഹേന്ദ്രയുടെ മേജർ എന്ന് പറയുന്ന മോഡൽ ഇറങ്ങുന്നത്. ഏതാണ്ട് അരനൂറ്റാണ്ട് 1950 തൊട്ട് നമ്മൾ ജീപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ആ ജീപ്പിൻ്റെ ഈ മോഡൽ, ഈ പറയുന്ന നമ്മൾ കാണുന്ന തരത്തിലുള്ള മോഡലുള്ള വാഹനം നിരത്തിലുണ്ട്. ഇതിൽ ഓരോ കാലഘട്ടത്തിലും ഓരോ വാഹനങ്ങളാണ്. ആ ഓരോ വാഹനങ്ങളും ഈ ജീപ്പ് പ്രേമികൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് മേജർ എന്ന് പറയുന്ന മോഡലാണ്. 1975 പുറത്തിറങ്ങിയതാണ്. അതിനുശേഷം 2000-ന് ശേഷം പോലും ഇതിൻ്റെ പുതിയ മോഡൽ അപ്ഡേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഈ മലയോര മേഖലയിൽ ജീപ്പിനെ പ്രണയിക്കുന്ന ആളുകളുടെ ഒരു ഇഷ്ടവാഹനം എന്ന് തന്നെ പറയേണ്ടി വരും. ആ വാഹനത്തിൻ്റെ ഏതാണ്ട് തനി സ്വരൂപം തന്നെയാണ് ബിനു ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് പോലും വിട്ടുകളയാതെ അത്തരത്തിൽ അതേ രൂപത്തിൽ പുനർനിർമ്മിക്കുകയാണ് ബിനു ചെയ്തിരിക്കുന്നത്.
സത്യം പറഞ്ഞാൽ ഇടുക്കിക്കാരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ് ജീപ്പ് എന്ന് പറയുന്നത്. ഒരിക്കലും ചെല്ലാൻ കഴിയാത്ത അത്രയും എത്തപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് പോലും പോവുകയും അവരുടെ ചിലയിടങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മളിപ്പം മറ്റു വാഹനങ്ങളൊന്നും കയറിച്ചില്ല, അവിടെ ഒരു ആംബുലൻസായി പോലും പ്രവർത്തിക്കുന്നത് ജീപ്പുകളായിരിക്കും. അങ്ങനെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ ജീപ്പ് എന്ന് പറയുന്ന വാഹനം. അങ്ങനെയാണ് ഓരോ ഇടുക്കിക്കാരനും ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ഒരിക്കലെങ്കിലും ഒരു ജീപ്പ് സ്വന്തമാക്കണം. ഒരു കൗമാരകാലത്ത് ജീപ്പ് സ്വന്തമാക്കുക, ജീപ്പ് ഓടിക്കാൻ പഠിക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു ആവേശകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴും വിവാഹ ആവശ്യങ്ങൾക്ക് നമ്മളിപ്പോൾ നഗരപ്രദേശങ്ങളിൽ SUV-കളും മറ്റ് ആഡംബര വാഹനങ്ങളും ഒക്കെ ആണ് വിവാഹ ചടങ്ങുകൾക്കൊക്കെ അകമ്പടി പോകുന്നത്. പക്ഷേ ഇപ്പോഴും മലയോര മേഖലയിൽ ജീപ്പാണ് ഇത്തരം വാഹനങ്ങൾ ഇത്തരം ആവശ്യങ്ങൾക്കൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ വാഹനം എന്ന് പറയുന്നത്. അങ്ങനെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വാഹനത്തോടുള്ള കൗതുകവും ആരാധനയുമൊക്കെയാണ് ബിനുവിനെ പോലെയുള്ളവരെ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ അല്ലെങ്കിൽ ഇത്തരം നിർമ്മിതികൾ നടത്താൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ബിനുവിൻ്റെ ഈ വാഹനം നിരത്തിലിറങ്ങി ഓടിക്കാൻ കഴിയും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് വാഹനവുമായി ബന്ധപ്പെട്ട ലൈസൻസ് ഒക്കെ ബിനുവിന് എന്തായാലും എത്രയും വേഗം സംഘടിപ്പിക്കാൻ കഴിയട്ടെ. നിലത്തിലിറക്കി ബിനുവിന് ഓടിക്കാൻ കഴിയട്ടെ. അത് തന്നെയായിരിക്കും ബിനുവിന്റെയും ആഗ്രഹം. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ബിനുവിന്റെ വാഹനം. ബിനുവിന് എല്ലാവിധ ആശംസകളും.